ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മലയാളത്തിലെ ഒരു പ്രധാന നടൻ ജയറാമിനെ SIT വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നു. ഈ കേസിൽ നേരത്തെ ഒരു തവണ SIT അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. ആ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ വീണ്ടും ചെന്നൈയിലെ വസതിയിലെത്തി ജയറാമിനെ SIT വിശദമായി ചോദ്യം ചെയ്തത്. എന്താണ് ജയറാമിന് ഈ കേസുമായിട്ടുള്ള ബന്ധം? ജയറാം ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തായാലും ഒരു കാരണവുമില്ലാതെ SIT ജയറാമിനെ തേടി വരില്ല എന്ന് വ്യക്തമാണ്. ജയറാമിനെ ആദ്യം ചോദ്യം ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം നൽകിയ മൊഴി ശബരിമലയിൽ വെച്ചുള്ള പരിചയമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തൻ്റെ വീട്ടിലെത്തിച്ചത് എന്നാണ്. ശബരിമലയിൽ വെച്ച് പരിചയപ്പെട്ടു, പിന്നീട് കൂടുതൽ അടുത്തു, അദ്ദേഹം നിരന്തരം വിളിക്കാറുണ്ട്, ഞാൻ അങ്ങോട്ടും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പല തവണ തൻ്റെ വീട്ടിൽ വരികയും നിരവധി പൂജകൾ നടത്തിത്തരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു തവണ ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി, ആ കട്ടളയും മറ്റുമൊക്കെ പൊതിഞ്ഞിരുന്ന ആ സ്വർണ്ണപ്പാളി ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് അവിടെ ഒരു അയ്യപ്പ വിഗ്രഹം വെച്ച് പൂജിച്ചു. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ ചില വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. ജയറാം ആ പൂജയിൽ പങ്കെടുക്കുന്നതാണ് പുറത്തു വന്ന ദൃശ്യം. ജയറാം മാത്രമല്ല, തമിഴ് സിനിമാ രംഗത്തുള്ള പല പ്രമുഖരും ഇത്തരത്തിൽ ഉള്ള പൂജകളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന ഒരു വിവരവും പുറത്തു വന്നിരുന്നു. ജയറാമിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം അതിൽ പങ്കെടുത്തു എന്നാണ് വാർത്താ മാധ്യമങ്ങൾ നൽകുന്ന വിവരം. ഇതിൽ എന്താണ് തെറ്റ്? തൻ്റെ വിശ്വാസമനുസരിച്ച് ജയറാം തൻ്റെ വീട്ടിൽ ഒരു പൂജ നടത്തി. ഇതിൽ കവിഞ്ഞ് എന്ത് തെറ്റാണ് ജയറാം ചെയ്തത്? ഇവിടെ നമുക്ക് SIT നൽകുന്ന മറുപടി മാത്രമേ ആശ്രയിക്കാൻ കഴിയുകയുള്ളൂ. ഈ പറഞ്ഞതുപോലെ സ്വർണ്ണപ്പാളി ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു. ഇത് തനിക്കറിയില്ല, ഇങ്ങനെ ഇത് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു, താൻ സമ്മതിച്ചു. അങ്ങനെ ഇത് കൊണ്ടുവച്ച് പൂജ നടത്തി. ഇതാണ് ജയറാം നൽകുന്ന മറുപടി. ആ മറുപടിയിൽ പക്ഷേ SIT തൃപ്തരല്ല. അവർക്ക് മറ്റെന്തൊക്കെയോ സൂചനകളും വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് SIT ഇപ്പോൾ വീണ്ടും ജയറാമിനെ നേരിട്ട് കണ്ട് ചോദ്യം ചെയ്തത്. ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക വിഷയം പറയാനുണ്ട്. നമ്മുടെ ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന നടന്മാരും നടിമാരും അതുപോലെ മറ്റ് സംവിധായകരും സാങ്കേതിക വിദഗ്ധരും ഗാനരചയിതാക്കളും സംഗീത സംവിധാനം നിർവഹിക്കുന്നവരും ഒക്കെ ഇത്തരത്തിലുള്ള പൂജകൾ ചെയ്യാറുണ്ട്. പള്ളികളിലും മറ്റും നേർച്ചകൾ നടത്താറുണ്ട്. കാരണം ഇവരെല്ലാവരും തങ്ങൾക്ക് അവസരം കുറയുമ്പോൾ ജ്യോത്സ്യന്മാരെ സമീപിക്കുകയും അവർ നൽകുന്ന ഉപദേശമനുസരിച്ച് പരിഹാര ക്രിയകൾ ചെയ്യുകയും ചെയ്യും. ഇത് നമുക്ക് ഒരുപാട് നാളായിട്ട് അറിയുന്ന കാര്യമാണ്. മലയാളത്തിലെ മാത്രമല്ല, തമിഴിലെയും തെലുങ്കിലെയും കന്നഡത്തിലെയും ഹിന്ദിയിലെയും ഒക്കെ വിവിധ ഭാഷകളിലെ നടീനടന്മാരും ഞാൻ ഈ പറഞ്ഞ ആൾക്കാരുമൊക്കെ ഇത്തരത്തിൽ തങ്ങൾക്ക് അവസരങ്ങൾ കുറയുമ്പോൾ ജ്യോത്സ്യന്മാരെ സമീപിച്ച് പരിഹാരങ്ങൾ തേടുകയും അവർ നൽകുന്ന ഉപദേശങ്ങളനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്യുകയും പതിവാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവരെ അന്ധവിശ്വാസികളെന്ന് വേണമെങ്കിൽ നമുക്ക് മുദ്ര കുത്താം. കാരണം അവരുടെ വിശ്വാസം അത്ര ഉറച്ചതാണ്. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നതും. ഇവിടെ ജയറാമും മറ്റൊന്നുമല്ല ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ ഭംഗിയായി ജയറാമിനെ വിശ്വസിപ്പിച്ചു, ശനിദോഷം അകറ്റാനുള്ള പൂജകൾ ഞാൻ ചെയ്തു തരാം എന്ന്. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് തന്നെ ബാധിച്ചിരിക്കുന്ന ശനിദോഷം മാറാനാണ് ജയറാം ഈ പൂജകൾ നടത്തിയത് എന്ന ആ ഒരു നിഗമനത്തിലേക്ക് എത്താനേ നമുക്ക് കഴിയുകയുള്ളൂ. ഈ പറഞ്ഞതുപോലെ ശനിദോഷം മാറ്റാൻ അയ്യപ്പൻ, ശനിദോഷം ധർമ്മശാസ്താവിൻ്റെ അവതാരമാണ് അയ്യപ്പൻ എന്നാണ് സങ്കല്പം. അങ്ങനെയുള്ള അയ്യപ്പൻ ശനിദോഷം അകറ്റുന്ന ഒരു ദേവതാ സങ്കല്പം കൂടിയാണ്.
അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ശനിദോഷം ബാധിച്ചതായിട്ട് ജ്യോത്സ്യന്മാർ പറയുമ്പോൾ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും അവിടെ വഴിപാടുകളും പൂജകളും ഒക്കെ നടത്തുകയും ചെയ്യാറുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ ജയറാമും അത്തരത്തിൽ ആകാനേ വഴിയുള്ളൂ. അദ്ദേഹം തനിക്ക് സംഭവിച്ചിരിക്കുന്ന ദോഷം അല്ലെങ്കിൽ അവസരങ്ങളൊക്കെ കുറഞ്ഞു, പഴയതുപോലെ സിനിമകൾ കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും താരങ്ങൾക്ക് അക്കാര്യത്തിലൊക്കെ വലിയ ആശങ്കയും വേവലാതിയും ഉണ്ടാകും. നമുക്കറിയാം, സൂപ്പർ സ്റ്റാറുകളും മെഗാ സ്റ്റാറുകളും ഒക്കെ ഈ തങ്ങൾക്ക് അവസരങ്ങൾ കുറയുമ്പോൾ വലിയ രീതിയിൽ ആശങ്കപ്പെടാറുണ്ട്, വേവലാതിപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്ന് മോചനം നേടാൻ, അതിൽ നിന്ന് മുക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും സ്വീകരിക്കും. ഇതൊക്കെ മനസ്സിൻ്റെ ചില സങ്കല്പങ്ങളും വിശ്വാസങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിനെയൊന്നും നമുക്ക് കേവലം അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് എഴുതിത്തള്ളാൻ കഴിയില്ല. കാരണം അതവരുടെ മനസ്സിൻ്റെ സങ്കല്പമാണ്, അവരുടെ വിശ്വാസമാണ്. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. തനിക്ക് ശനിദോഷം സംഭവിച്ചിരിക്കുന്നു എന്നറിഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് തീർച്ചയായിട്ടും ജയറാം പൂജ നടത്താൻ അനുവദിച്ചതായിരിക്കും. മറിച്ച് അദ്ദേഹത്തിന് ഈ പറയുന്ന സ്വർണ്ണ കവർച്ചയുമായിട്ട് മറ്റേതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടാകാനുള്ള സാധ്യത ഇല്ല. പക്ഷേ ഇവിടെ നിയമത്തിൻ്റെ വഴിക്ക് പോയേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ SITക്ക് ഈ കാര്യത്തിലൊക്കെ വ്യക്തത വേണം. കാരണം ശബരിമലയിൽ ശ്രീകോവിലിൽ നിന്ന് ഇളക്കിയെടുത്ത ഈ സ്വർണ്ണപ്പാളി 39ാമത്തെ ദിവസമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ അറ്റകുറ്റപ്പണിക്കായിട്ട് എത്തിച്ചേർന്നത്. അതിനു മുമ്പ് ജയറാമിൻ്റെ മാത്രമല്ല, കർണാടകയിലെ ബംഗളൂരുവിലും അതുപോലെ ആന്ധ്രയിലെ ഹൈദരാബാദിലെ ഒക്കെ പല കോടീശ്വരന്മാരുടെയും ശതകോടീശ്വരന്മാരുടെയും വസതികളിലെത്തിച്ച് പൂജ നടത്തിയിരുന്നു. അതിൻ്റെയൊക്കെ വിവരങ്ങൾ ഇപ്പോൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇളക്കിയെടുത്ത സ്വർണ്ണപ്പാളി അയ്യപ്പൻ്റെ പേരും പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി കച്ചവടമടിക്കുകയായിരുന്നു, വലിയ രീതിയിൽ ചൂഷണം നടത്തുകയായിരുന്നു. ശനിദോഷം പോലെയുള്ള ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് പൂജ നടത്തി നിങ്ങളെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് വിശ്വാസികളെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന് വ്യക്തമാണ്. ഈ പൂജ നടത്തിയത് കൊണ്ട് ശനിദോഷം മാറുമോ ഇല്ലയോ എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുപയോഗിച്ച് പല ശതകോടീശ്വരന്മാരുടെയും വസതികളിൽ പൂജ നടത്തുകയും വലിയ തുക ദക്ഷിണയായിട്ടും പൂജയുടെ ചെലവായിട്ടുമൊക്കെ വാങ്ങി എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ അവർക്ക് ദൈനംദിന അഭ്യാസമാണ്. അത് ശബരിമലയിൽ വന്നാലും ശബരിമലയ്ക്ക് പുറത്തേക്ക് പോയാലും അവർ ഇതൊക്കെ ചെയ്യും. ശബരിമല ദർശനത്തിനെത്തുന്ന, അയ്യപ്പ ദർശനത്തിനെത്തുന്ന ശതകോടീശ്വരന്മാർക്ക് അവിടെ വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും ഒക്കെ സമീപത്തെത്തിക്കുക, അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കൊടുക്കുക, പൂജിച്ച ചരടും അല്ലെങ്കിൽ ഈ ഏലസുമൊക്കെ തന്ത്രിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ മേൽശാന്തിയിൽ നിന്ന് ഇവർക്ക് വാങ്ങിക്കൊടുക്കുക, ഇവരുടെ ദോഷങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, വഴിപാടുകളും ചടങ്ങുകളുമൊക്കെ നടത്തുക, പൂജകളൊക്കെ നടത്തുക. ഇതിൻ്റെ ഒരു ഏജൻ്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. സ്വയം ഒരു പൂജാരി കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് തന്നെ SITയെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൃത്യമായി വിവരങ്ങൾ ലഭിച്ചതുകൊണ്ടാണ് ജയറാമിനെ രണ്ടാമതും ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നത്. അതിനകത്ത് അല്ലാതെ മറ്റുദ്ദേശങ്ങളൊന്നും ഉണ്ടാകില്ല. ഇവിടെ ജയറാം എന്തായാലും അറിഞ്ഞുകൊണ്ട് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കും എന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഒരു നല്ല നടനാണ്, മലയാളികൾക്ക് പ്രിയങ്കരനായ ഒരു നടൻ. അതുകൊണ്ട് തന്നെ ജയറാം, അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാലും നമുക്കറിയാം അദ്ദേഹം ഇത്തരം കുഴപ്പങ്ങൾക്കൊന്നും പോകുന്ന ആളല്ല. നമ്മുടെ മലയാളത്തിൻ്റെ നടന്മാരെല്ലാവരും തന്നെ അത്ര ഇങ്ങനത്തെ കുഴപ്പങ്ങളിൽ കൊണ്ട് തലവയ്ക്കുന്നവരല്ല.
ജയറാമും അങ്ങനെ തന്നെ. അതുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ ഈ തന്നെ ബാധിച്ചിരിക്കുന്ന ശനിദോഷം മാറുന്നതിന് വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാക്കു വിശ്വസിച്ച് ഈ സ്വർണ്ണപ്പാളി തൻ്റെ വസതിയിലെത്തിച്ച് പൂജിക്കാനുള്ള അനുമതി അദ്ദേഹം കൊടുത്തു കാണും. അതിൻ പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളി അവിടെ എത്തിക്കുകയും ശനിദോഷ നിവാരണ പൂജ നടത്തുകയും ചെയ്തിരിക്കാനാണ് സാധ്യത. എന്തായാലും SIT ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുമെന്ന് നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.